ഹലോ, ഞാൻ ഈ ചാനലിൽ ഇടുന്ന ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇത്. ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച്, ഒരു ചലഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇടയ്ക്ക് ഞാൻ പറഞ്ഞു അത് സക്സസ് ആവുമെന്ന് തോന്നുന്നില്ല, കാരണം മഴയൊന്നും പെയ്തില്ല, വെള്ളമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും നമുക്ക് കുറച്ച് മഴ കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കുറ്റിക്കൽ പോയി കുറച്ച് പച്ചക്കറി തൈകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പനിയൊക്കെ ആയി. ഏതായാലും പിള്ളേരും കൂടെ സഹായിച്ച് നമ്മളതെല്ലാം കൂടെ നട്ടിട്ടുണ്ട്. ഒത്തിരിയൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. 5 രൂപ വീതമായിരുന്നു ഓരോ തൈകൾക്കും. ഞാനൊരു റെഡ് ലേഡി കപ്പളം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ കപ്പളം എന്നാണ് പറയുന്നത്, നിങ്ങളൊക്കെ എന്താ പറയുന്നതെന്നൊന്ന് പറയുക. പപ്പായ എന്നൊക്കെ പറയും. അതിന് മാത്രം 50 രൂപ, ബാക്കി എല്ലാത്തിനും 5 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ വഴുതന മേടിച്ചിട്ടുണ്ടായിരുന്നു. വഴുതന ദേ ഇവിടെ നട്ടു. പിന്നെ 2 ഫാഷൻ ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 എണ്ണേ അത് വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അത് നട്ടു. വെയിലയർ അവിടെ കുറവായതുകൊണ്ട് അവിടെ നിന്ന് ഒരു ഇരുമ്പമ്പുളിയുടെ കമ്പ് ഇറക്കി കൊടുക്കുവാണേ. അപ്പോൾ നല്ല വെയിലായിട്ടുണ്ട് കണ്ടോ. പിന്നെ ഞാൻ വെണ്ടയാണ് വാങ്ങിച്ചിരുന്നത്. വെണ്ട നമ്മുടെ മാവിൻ്റെ ചുറ്റിനുമായിട്ടാണ് നട്ടത്. മാവ് വളരാൻ വേണ്ടി കുറേ സമയം എടുക്കുമല്ലോ, ഏതായാലും അത് പൊക്കം വയ്ക്കാത്ത മാവും കൂടെയാണ്. അപ്പോൾ ഇവിടെ നല്ല വെയിലേറും കിട്ടുന്നുണ്ട്. വെണ്ട നല്ല വെയിലേറ് കിട്ടുന്നിടത്ത് വേണം വെക്കാനായിട്ട്. അത് വേറൊരു ദിവസമാണ് വെക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. 5 എണ്ണമാണ് വെണ്ട വാങ്ങിച്ചത്. എല്ലാ തൈകളും 5 എണ്ണം വീതമാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഒത്തിരി വാങ്ങിച്ചെന്നാൽ ഈ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് അത്രയും മേടിച്ചിട്ടുള്ളൂ. നമ്മുടെ വീട്ടാവശ്യത്തിന് കിച്ചൺ ഗാർഡൻ അല്ലേ. നമുക്ക് നോക്കാം, ഇത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് അടുത്ത ട്രിപ്പ് ഇച്ചിരൂടെ വിശാലമായിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വെണ്ട നട്ടു. എല്ലാത്തിനും ചെറിയൊരു തടവും കൂടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനി വളമൊക്കെ ഇടുന്നതനുസരിച്ച് നമുക്ക് വലിയ തടമൊക്കെ എടുക്കാം. ഇപ്പോൾ എനിക്ക് പനി ആയതുകൊണ്ട് ഇത്രേ പറ്റിയുള്ളൂ. പിന്നെ പെട്ടെന്ന് നട്ടേക്കാവുന്ന ഓർത്താണ് ഒന്ന് നോക്കാതെ അങ്ങ് നട്ട് വെച്ചേക്കുന്നത്. ബാക്കിയൊക്കെ പിന്നാലെ നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ പാവലായിരുന്നു ഉണ്ടായിരുന്നത്. പാവൽ നമ്മൾ നല്ല വെയിലേറ് കിട്ടുന്നിടത്താണ് നട്ടേക്കുന്നത്. ഇവിടെ നമുക്ക് നല്ല പന്തൽ വെർട്ടിക്കൽ ഗാർഡൻ ഒരുക്കാവുന്നോർത്താണ് ഈ മതിലേൽ നട്ടേക്കുന്നത്. അത് എനിക്ക് നല്ലൊരു പ്ലാൻ ഉണ്ട് വെർട്ടിക്കൽ ഗാർഡൻ്റെ. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. നല്ലൊരു ഐഡിയ ആയിട്ട് ചെയ്യാവുന്നോർത്താണ്. അതിൻ്റെ മുകളിൽ തന്നെ പയറും കൂടെ നട്ടിട്ട് ഒറ്റ പന്തലയിൽ അത് കയറ്റി വിടാമെന്നൊക്കെയാണ് എൻ്റെ പ്ലാന്. സക്സസ് ആവുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഏതായാലും എല്ലാം ഒന്ന് കിളുത്ത് വരട്ടെ അല്ലേ. അവിടെ വൃത്തിയാക്കി പാവൽ 5 എണ്ണം നട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ അത് വള്ളി വീശി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടി കർഷകനും കൂടെ എന്നെ അത്യാവശ്യം സഹായിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ നടാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇയാളാണ് എന്നെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് അമ്മ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നടാമെന്നും പറഞ്ഞ് ആ ഇനീഷ്യേറ്റീവ് എടുത്ത് നട്ടത്. അപ്പോൾ മോളും സഹായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് വീഡിയോയിൽ വരാൻ ഒരു ചമ്മലുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിടാത്തത്. അപ്പോൾ 2 പേരും കൂടിയാണ് ബാക്കിയുള്ളതെല്ലാം നട്ട് നമ്മുടെ പറമ്പ് റെഡിയാക്കുകയും ചെയ്തതും നടുകയും ചെയ്തതും അവർ 2 പേരും കൂടിയാണ്. പയറാണിത്. പയറും നമ്മൾ 5 എണ്ണമാണ്. പക്ഷേ ഒരെണ്ണം ഒടിഞ്ഞു പോയിട്ടും അതിൻ്റെ ചുവട് ഞങ്ങൾ നട്ടിട്ടുണ്ട്. കിളുത്ത് കയറുമായിരിക്കും. ബാക്കിയെല്ലാം നട്ടിട്ടുണ്ട്. ഇവിടെ നല്ല വളക്കൂറുള്ള മണ്ണാണ്, നല്ല വെയിലേറും കിട്ടുന്നത്. കറക്റ്റ് ആ പാവൽ നട്ടേക്കുന്ന മതിലിൻ്റെ തൊട്ട് മേളിലാണ് നട്ടേക്കുന്ന. ഇളക്കമുള്ള മണ്ണുമാണ്. ഞങ്ങൾ എന്നാലും ഒന്ന് ഇളക്കി ലെവൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് എല്ലാം നട്ട് കഴിഞ്ഞത്. പിന്നെ കാബേജ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പാലക്കും ഉണ്ടായിരുന്നു. അത് രണ്ടും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നടുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തും എൻ്റെ കൈയൊന്നുമില്ല. അതും നമ്മുടെ കുട്ടി കർഷകരുടെ പങ്കാണ് അത് നട്ട് വെച്ചേക്കുന്നത്. എല്ലാം ഒരു പ്രതീക്ഷയാണല്ലോ, നാളെ എന്ന പ്രതീക്ഷ. അപ്പോൾ എല്ലാം ശുഭമാവുമെന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.